3000 മോണിറ്റർ ചെയ്യരുത്. കാരണം നിങ്ങൾ ഇനിയും കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3000 ചെയ്യരുത്. ഇപ്പൊ ഇട്ടേക്കുന്ന വീഡിയോസിനകത്ത് എല്ലാം താഴെ കോപ്പിറൈറ്റ് 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 എല്ലാം കോപ്പിറൈറ്റ് ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ പെട്ടെന്ന് മോണിറ്റർ ആക്കി എടുക്കാം എന്നതാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉള്ളതാണ്, നമുക്കൊരു ചാനലും ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആക്റ്റീവ് ആവും. നമുക്ക് വീഡിയോസ് ഇടാൻ വേണ്ടി പലർക്കും ഡൗട്ടുണ്ട്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വന്നാൽ നമ്മൾ മോണിറ്റർ ആവുമോ നമ്മുടെ ചാനൽ? എല്ലാം പറഞ്ഞു തരാം. നമ്മുടെ ചാനൽ എളുപ്പത്തിൽ മോണിറ്റർ ആവും. അപ്പം നമുക്ക് മോണിറ്ററൈസേഷൻ കംപ്ലീറ്റ് ആവുന്നിടം വരെ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് വന്നാലും ഇഷ്യൂ ഇല്ല. അപ്പം നമ്മുടെ വീഡിയോ, അതായത് വീഡിയോ നമ്മുടെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇനി ഏതായാലും പ്രശ്നമില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയരെ. ഇതേപോലുള്ള ടിപ്സ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനലിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനായിട്ട് ഉപയോഗിക്കുന്ന സോങ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി എടുത്താലും അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നോക്കി എടുക്കണമെന്നുള്ളൊരു വീഡിയോ ഇനി ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടിപ്പിലോട്ട് പോവാം. ഇപ്പം നമ്മൾ എങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്ററാക്കി എടുക്കാമെന്നാണ് നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവർക്കും ഒരു യൂട്യൂബ് ഉള്ളതാണ്. ആ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോയ്ക്ക് നമ്മുടെ ഒരു വിഷ്വൽ, നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു വിഷ്വൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് മ്യൂസിക് വേണമെങ്കിലും നിങ്ങൾ ഇട്ടോ, ഇഷ്യൂ ഇല്ല. ആ മ്യൂസിക് ഇടുമ്പം നിങ്ങളുടെ ചാനലിൽ അത് കോപ്പിറൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പം ഞാനത് കാണിച്ചു തരാം. കാരണം ഇങ്ങനെയാണ്. നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഇതിലിട്ടേക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോസിനകത്ത് എല്ലാം താഴെ കോപ്പിറൈറ്റ് 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 എല്ലാം കോപ്പിറൈറ്റ് ആണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് കൈകുട്ടി കളിയുടെ വീഡിയോസ് ആണ് ഇപ്പോൾ രണ്ടാമത്തെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. കാരണം മ്യൂസിക് നമ്മൾ വേറെ ഒരു ആളുടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വന്നോട്ടെ, പ്രശ്നമില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനലിൽ ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ട് ഈ ചാനൽ ഇപ്പം മോണിറ്റർ ആവാറ് ആയിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകാം. അവിടെ ചെല്ലുമ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് വന്നപ്പം ഇപ്പോൾ ഇതിനകത്ത് 304 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് അവിടെ നിൽക്കട്ടെ. നമുക്ക് വാച്ച് അവർ ആണ് ഏറ്റവും കംപ്ലീറ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാച്ച് അവർ ഇപ്പം നിലവിൽ 1833 വാച്ച് അവർ ഉണ്ട്. അപ്പോൾ 3000 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3000-ന് നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഉള്ളു. അപ്പോൾ ഈ 3000 നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ മൊത്തം നിങ്ങൾ കണ്ട പോലെ മൊത്തം കോപ്പിറൈറ്റ് ആണ്. ഈ കോപ്പിറൈറ്റ് നമ്മൾ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ, അതായത് നമ്മുടെ ചാനൽ മോണിറ്റർ ആവുന്ന സമയത്ത്, അതായത് 3000 ഇതിനകത്ത് കാണിച്ച കണക്ക് തന്നെ 3000 ആണ് ഇതിനകത്ത് ഫസ്റ്റ് ക്രൈറ്റീരിയ. മോണിറ്റർ ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ 3000 ആണ്. നമ്മൾ ആ 3000-ന് മോണിറ്റർ ചെയ്യരുത്. കാരണം നിങ്ങൾ ഇനിയും കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3000-ന് ചെയ്യരുത്. നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടലി നമുക്ക് ചാനൽ മോണിറ്റർ ആക്കി എടുക്കാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് ആയതിനു ശേഷം നമ്മൾ ഫുള്ള് മോണിറ്റർ ചെയ്യുക. ഈ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എത്ര വീഡിയോസിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലും ആ വീഡിയോസ് നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യണം. ഈ കോപ്പിറൈറ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ, മൊത്തം വീഡിയോസിനും കോപ്പിറൈറ്റ് ആണെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ കോപ്പിറൈറ്റ് എന്ന് എഴുതിയേക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിലൊന്ന് ഞെക്കുക. അത് ഞെക്കി കഴിയുമ്പോൾ റിവ്യൂ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. റിവ്യൂ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് അതിൽ ഞെക്കുക. അതിൽ ഞെക്കിയതിന് ശേഷം നമുക്ക് കോപ്പിറൈറ്റ് വന്നേക്കുന്ന എത്ര പാട്ടിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇത്ര ഭാഗങ്ങളിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എറേസ് സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ എറേസ് സോങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞെക്കുക. ഒന്നെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സോങ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള എറേസ് സോങ് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ വിഷ്വൽ വീഡിയോ അവിടെ തന്നെ കിടക്കും. അപ്പം നമ്മൾ അത് സേവ് കൊടുക്കുന്നു. അത് സേവ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ ഒരു ഭാഗം എറേസ് ആവും.
കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ മോണിറ്റർ ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന കണക്ക് എത്ര സോങ്ങിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ടോ, ഇതിനകത്ത് ഞാനിപ്പോൾ ഒരുപാട് പാട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും കോപ്പിറൈറ്റ് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു മ്യൂസിക് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ കോപ്പിറൈറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒരു തവണ ഇതേപോലെ ചെയ്താൽ മതി. എറേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് അങ്ങ് കട്ടാവും. മേ ബി ആ വീഡിയോ പിന്നെ സൈലന്റ് ആയിരിക്കും, നമുക്ക് കാണാൻ ബോറായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ നമുക്ക് പബ്ലിക് ആക്കാതെ നമ്മളത് മാറ്റിയിട്ട് നമ്മളത് പ്രൈവറ്റ് ആക്കിയിടുക. നമുക്ക് മാത്രം ആ വീഡിയോ കാണുന്ന രീതിയിൽ പ്രൈവറ്റ് മാത്രം ആക്കിയിടുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലെ വാച്ച് അവറിന്റെ ടൈമിങ് അത് പോകത്തില്ല. ആ വീഡിയോയിൽ നിന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിലും പോകത്തില്ല. വാച്ച് അവർ ആണ്. നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ, മണ്ടത്തരമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത്. വീഡിയോ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ചാനലിനെ ബാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ വീഡിയോയിൽ എത്ര വാച്ച് അവർ കിട്ടിയിട്ടുണ്ടോ അത് മൊത്തം നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എറേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് പ്രൈവറ്റ് ആക്കി ഇടുക. നമ്മൾ എത്ര വീഡിയോയ്ക്ക് ഇതേപോലെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടോ അത് മൊത്തം ഇതേപോലെ ചെയ്യുക. അതിനുശേഷം നമ്മൾ മോണിറ്ററൈസേഷൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലോട്ട് പോവുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ കിട്ടിയ വീഡിയോസിന് കിട്ടിയ വാച്ച് അവർ എല്ലാം അവിടെ തന്നെ കിടക്കും. എന്നിട്ട് നമ്മുടെ ചാനൽ മോണിറ്ററിന് കൊടുക്കുക. മോണിറ്റർ കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനൽ മോണിറ്ററേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം, ഒരു വീഡിയോയ്ക്ക് പോലും കോപ്പിറൈറ്റ് ഉണ്ടാവരുത്. ഇതേപോലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മോണിറ്റർ കൊടുക്കുക. മോണിറ്റർ ചെയ്ത ശേഷം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട്, അതായത് നമ്മുടെ ചാനൽ മോണിറ്ററായി നമ്മുടെ ചാനലിൽ പരസ്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇടുന്ന വീഡിയോസ് ഒരു കാരണവശാലും കോപ്പിറൈറ്റ് ഉള്ള വോയിസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും എടുക്കരുത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റുഡിയോയിൽ പോയിട്ട് എല്ലാ മ്യൂസിക്കും വാരി വലിച്ചിടരുത്. അതിനെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ച്, അത് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് എങ്ങനെയുള്ള മ്യൂസിക്കാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇപ്പം ഡെയിലി ഒരു 2-3 വീഡിയോസ് ഇട്ട് കൊടുത്താൽ മതി, തനിയെ റീച്ച് ആയിക്കോളും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ റീച്ച് എങ്ങനെ കൂട്ടാം, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എങ്ങനെ കൂട്ടാമെന്ന്. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എങ്ങനെ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ പോലുള്ള വീഡിയോ ചെയ്യുന്ന ഇതിന്റെ അടിയിൽ വന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പം നിങ്ങളെപ്പോലെ നമ്മുടെ ഒരു ചാനൽ പെട്ടെന്ന് മോണിറ്റർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ തന്നെ കുറച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാനാവും. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ വീഡിയോസിന്റെ കണ്ടന്റ് അനുസരിച്ച് തനിയെ വന്നോളും. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നത്, ഞാനിപ്പം നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഞാനിപ്പം എൻ്റെ ചാനൽ മോണിറ്റർ ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടെ ടൈമിംഗ് ഉള്ളൂ. ഇപ്പം എനിക്കൊരു കുറച്ച് വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് അപ്ലോഡ് ചെയ്താൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റർ ആവും. അപ്പം ഞാൻ ഈ മോണിറ്റർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോളൂ. ബാക്ക്ഗ്രൗണ്ട് കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക് ഇട്ടോ പ്രശ്നമില്ല. പക്ഷേ മോണിറ്റർ ആവുന്ന സമയത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്ററൈസേഷൻ കംപ്ലീറ്റ് ആവാം. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വേണ്ടിയല്ല. ഈ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ, അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു സോങ് ഇട്ട് നമ്മുടെ ചാനൽ മോണിറ്റർ ആക്കി എടുക്കണമെന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഡെയിലി 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ഓരോ ഷോർട്സും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് മോണിറ്റർ ആവും. നിങ്ങളുടെ എല്ലാ ചാനലും പെട്ടെന്ന് മോണിറ്റർ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന കാര്യമുള്ളൂ. നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ചാനൽ മോണിറ്റർ ആക്കി എടുക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടേതായ കുറെ കണ്ടന്റ് കാണുമല്ലോ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ നല്ലൊരു വീഡിയോയിൽ ഉടനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ.